ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജു, എന്താ ഒരു കേറിങ്? അടുത്തൊന്നും മാറുന്നേ ഇല്ലല്ലോ. പിന്നെ ഇങ്ങനെ കാര്യത്തിൽ മോശമായിരുന്നോ? എനിക്കൊരു ചെറിയ പനി വന്നപ്പോ ഡോക്ടർ തന്ന മെഡിസിനിലെ വിശ്വാസമില്ലാതെ എന്തൊക്കെയോ അഡീഷണൽ മരുന്നുകൾ തന്നു. ചുക്കും കുരുമുളകും തുളസിയിലയും കൂടി ഇട്ട കാപ്പി, പിന്നെ തുളസിയിലയും കൂർക്കയും എന്തോ രാമയിട്ട് ആവി പിടുത്തു. ആമയും മുയലൊന്നും അല്ല, തഴുതാമ, ഒരു പച്ചമരുന്ന്. പിന്നെ കൂർക്കയല്ല, പനിക്കൂർക്ക. പിന്നെ ഈ ആമ മരുന്ന് കൂടാതെ റൂമിൽ കിടന്ന് വട്ടം കറങ്ങി ചില എക്സ്പ്രഷൻസും. വെപ്രാളം, പരവേശം, ആദി, വ്യാധി. അന്ന് ഞാൻ രാജുവിന്റെ പേര് മാറ്റി, വെപ്രാളം രാജു. ഋതികയുടെ പേരൊന്ന് ഞാൻ മാറ്റി. എന്റെ പുതിയ പേരെന്താ? പനിക്കൂർക്ക. പനിക്കൂർക്കയോ? വെപ്രാള രാജു, പനിക്കൂർക്കേ. നല്ല ചേർച്ച. നല്ല കോമ്പിനേഷൻ എന്ന് പറയേ. കോമ്പിനേഷനോ? ഓ, ഒരു കാര്യം ചോദിക്കാൻ ഞാൻ ഓർത്തു വെച്ചതാ. ഓർക്കുമ്പോ ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഞാനത് മറന്നുപോകും. എന്താ ചോദിക്കാനുള്ളത്? രാജുവിന് എന്റെ അമ്മ എവിടെയായിരുന്നു എന്ന് കൃത്യമായിട്ട് അറിയായിരുന്നു. പിന്നെ എന്തിനാ എന്നോടത് മറച്ചു വെച്ച രാജു? അടുത്ത അടി തുടങ്ങാനുള്ള ഒരുക്കാണോ? അടിയും പിടിയൊന്നും ഉണ്ടാക്കാനല്ല. സത്യം പറയേ, എന്തിനാ മറച്ചു വെച്ചേ? പിള്ളേരെ, സ്വാതന്ത്ര്യ സമര സേനാനി ജയിൽ ശിക്ഷ കഴിഞ്ഞ് വരുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനിയോ? ആ, അംബികാവർമ്മ. ദൈവമേ, ദാ പോയി ഇതേ വന്നു. ആ SP മേഡം അവരുടെ ചെവിക്കല്ല് നോക്കിയൊന്ന് കൊടുത്താ മതിയായിരുന്നു. ഇത് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങാണല്ലോ ശേഖരേട്ടാ. അവര് കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കോ വല്ലതും ചെയ്യോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഏട്ടൻ വക്കീലിനെയും കൂട്ടിയായിരിക്കും പോയിരിക്കുന്നത്. അവര് ജാമ്യത്തിൽ വിടും. ചായ എടുക്കട്ടെ ചേച്ചി? എനിക്കാരുടെ ചായ വേണ്ട. ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ പോലീസ് സ്റ്റേഷനിൽ. ഇല്ലാത്ത കേസ് എന്റെ തലയിലും ചുമതി. എന്നെ എന്നേക്കുമായി ജയിലിൽ അയക്കാമെന്ന് കരുതി. അകലേ നോവിനാലേ